ഏതായാലും നാടകം നിർത്തണ്ട. ആളെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തേ പനജെ. അല്ല സ്വജന ഇനി ഒന്നാണ്, നീയേ ഒരു ഉപകാരം ചെയ്യടാ അണ്ണന്. നീ ഒന്ന് അഭിനയിക്കണം. ആര്? ഈ നാടകത്തിലൊന്ന് അഭിനയിക്കണമെന്ന്. ഞാനാ പോയണ്ണ എഴുന്നേറ്റ് ഒന്നാമത് ഇവിടെ വെള്ളം കൊണ്ടുവന്ന് കിടുകിട കിടന്ന് പറയണത്. പിന്നെയാണ് ഞാൻ സ്റ്റേജിൽ കയറാൻ പോ. ഡയലോഗ് ഒന്നും ഇല്ലടാ, ഉള്ളി ആക്ഷൻ മാത്രം. എന്തിനാണ് ഞാൻ ചെയ്യാനുള്ള? അതുകൊണ്ട് ആ സാഹിബിനെ കൊല്ലണം. നേരെ ഞാൻ വെറുതെ എന്തെങ്കിലും പുള്ളിയെ കൊല്ലുന്നു അണ്ണാ? സന്തോഷം. വെറുതെ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ കൊല്ലാം. എന്തെങ്കിലും ഒരു കാര്യം വേണ്ട. അല്ല നീ ഒന്ന് കൊന്നാ മതിയൊന്നും, ബാക്കി ലൈറ്റ് ഓഫിൽ അങ്ങ് തീർന്നോളും. അങ്ങനെ അണ്ണാ സന്തോഷം. നമസ്കാരം. മനുഷ്യ മഹാ അയാൾ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട, വെറുതെ കൊല്ലടാണ്ട്. എന്താ ഒരു കാര്യം? 1600 ആണ്ട് ഡിസംബർ മാസം 31 രാത്രി ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. തന്നെ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഡിസംബർ 31 അന്ന് ഞാൻ മിക്കവാറും അടിച്ച് ഏതെങ്കിലും വേളയിൽ പോയി കിടന്നാണ്. അന്ന് ന്യൂ ഇയർ അല്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞു. അതെല്ലാം പോട്ടെ, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ അവർ കടത്തി. സുഗന്ധി കുഞ്ഞമ്മനെ എവിടെ കൊണ്ടുപോയെന്ന്? സുഗന്ധി കുഞ്ഞമ്മ ഉണ്ടാക്കിയ കാര്യമല്ല. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ നമ്മുടെ ഏലോ കുരുമുളകും അവർ കടൽ കടത്തി. അയ്യോ ഞാൻ അറിഞ്ഞില്ലേ ഭഗവാനെ ശങ്കരനാരായണ സ്വാമി, സത്യമായിട്ട് ഞാൻ അറിഞ്ഞ കേസല്ല. അങ്ങേര് കടത്തിക്കൊണ്ടുപോയാ. അതെല്ലാം പോട്ടെ, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് മാനത്തിന് അവർ വില പറഞ്ഞു. അയ്യോ എനിക്ക് കേക്കണ്ടേ. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് മാനത്തിന് വില പറഞ്ഞ് എടണ്ണ അവനെ കൊല്ലാനുള്ള സാധനം. നമ്മളെ അമ്മ പെങ്ങന്മാരെ കൊല്ല്. ഈ പാക്കോട്ടനെ പിച്ചാത്തി കൊണ്ട് എന്താ ചെയ്യാ? അതല്ല, നീ കുത്തിയാ മതി. ലേറ്റ് ആണെന്ന് ഊപ്പർ ഒരു കമ്പിപ്പാറ ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ അറിഞ്ഞോന്നിട്ടേരാ. അയ്യോ അത് വേണ്ട, വേറെ എന്തെങ്കിലും വെച്ച് അറിഞ്ഞാൽ മതി. തന്നെ ഒരു കാര്യം, ഒരു ഫോൺ ഞാൻ വിളിച്ചോട്ടാ. ഇവിടെ ഞാൻ എന്റെ സീനിന് പോട്ട്. എന്തായാലും ഒരാളെ കൊല്ലാൻ പോവില്ല നമ്മൾ. വെറുതെ ഒരാളെ അങ്ങനെ അങ്ങ് കൊല്ലാൻ പറ്റത്തില്ലല്ലേ. കൺട്രാക്കിനെ വിളിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും പണിയേറുന്ന മനുഷ്യനാണ് കൺട്രാക്കെ. എന്തരിയാണ് ഉറങ്ങണ? നിങ്ങൾ കിടന്ന് ഉറങ്ങി. നമ്മളെ ഏലവും കുരുമുളകൊക്കെ പോയി കൺട്രാക്കെ. ആളെ കൈ കിട്ടിയിട്ടുണ്ട്, ഒരു ബന്ധം ചെറുക്കൻ. അവന്മാരെന്തരാ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങോട്ട് സ്ഥാപിച്ചെന്നാണ് പറഞ്ഞത്. നമ്മളെ കമ്പനിക്കാരടുത്തും പറഞ്ഞേരാ കൺട്രാക്കെ. പ്രാന്ത് നിങ്ങൾ അച്ഛനും. ശരി ഓക്കെ എങ്കിൽ പെണ്ണുമ്പിള്ളെ വിളിക്കാം. സിന്ധു എന്തിനടി നമ്മളെ അമ്മ പെങ്ങന്മാരെ മാനത്തിന് ഒരുത്തവിടെ വില പറഞ്ഞു. ആളെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്, ഒന്നേ നീ നിന്റെ സ്വന്തക്കാരെ വീട്ടിൽ പോയില്ലേ, അല്ലെങ്കിൽ നീ വേറെ കല്യാണം കഴിക്കാൻ നോക്ക്. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയുമല്ലേ, ഇത് നീ അറിഞ്ഞില്ലല്ലേ. ശരി മക്കളെ. ഉമ്മ. ഹലോ. ഓ ടെൻഷൻ ഉണ്ടോ? ഞാൻ എന്തിനാ ടെൻഷൻ ആവണം? നീ അല്ലേ ടെൻഷൻ ആവാനുള്ള. ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കൊരു പേടിയില്ലടാ. സ്റ്റേജിൽ ഞാനുണ്ട്. സ്റ്റേജിൽ നീ ഉണ്ട്, നീ ഇന്നും കൂടെ ഉള്ളു. നിനക്ക് ഏലവും കുരുമുളകും കൊണ്ടുപോയി ഏഴുതായി പോയില്ലടാ. കമ്പനി എന്നെ ഏൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു. നിന്റെ കമ്പനി ഇന്ന് ഞാൻ പൂട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഞാൻ സ്റ്റേജിലുണ്ടാകും. അന്ന് വന്നേക്കണം, എന്നെ കൊന്നേക്കണം. ഞാൻ അങ്ങ് വരെയും ചെയ്യും, നിന്നെ കൊല്ലേം ചെയ്യും. പോടാ കൈവാക്കിന്ന്. നിന്റെ സീന് സമയമായി. ഇങ്ങനെ പോയാ മതി. ഡ്രസ്സൊക്കെ അങ്ങോട്ട്. ഇവനെ എങ്ങനെ കൊല്ലാനുള്ളത്? ഇത് പാവാറയാണ്. എടണ അവരെ കൊല്ലാനുള്ള സാധനം. എന്റെ അമ്മ പെങ്ങന്മാരെ മാനത്തിന് വില പറഞ്ഞ സായിപ്പേ, നിന്നെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം. ആരെയും മയക്കുന്ന ഈ ഗ്ലാമർ, വാട്ട് എ മൈൻഡ് ബ്ലോയിങ് ബ്യൂട്ടി. I like it. Come on, come on, come on, beauty girl. Come on. നമ്മളെ ഏലം കുരുമുളകൊക്കെ പോയി. നാളെ നമ്മൾ എന്തായിട്ട് ചമ്മന്തി അരക്കി. നീ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചാലേ നാളെ നമ്മൾ എങ്ങനെയാണ് അപ്പത്തി ഈസ്റ്റ് ഇടുന്നത്? ഏരിയ കണ്ടുപോയില്ലേ? അവനെ അടിച്ചാ ചാലിയിട്ട്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ